അഭിഷേകിന്റെ അച്ഛൻ വൻ കോമഡിയാണ് കേട്ടോ. അഭിഷേകും അനിയത്തിയും അച്ഛനും ഇരുന്നപ്പോൾ ജാസ്മിൻ അങ്ങോട്ട് വന്ന് ബെഡ് ഓടി ശരിയാക്കണ കണ്ടിട്ട് ജാസ്മിനോട് അഭിഷേകിന്റെ അച്ഛൻ ഓടി ശരിയാക്കി ഒന്നും വേണ്ട ജാസ്മിന്റെ ബെഡ് അങ്ങനെ ഇരിക്കുള്ളൂ ഞങ്ങളെല്ലാവരും ടി വിയിൽ കണ്ടതായിരുന്നു. അപ്പോൾ അഭിഷേകിന്റെ അനിയത്തി പറയുന്നുണ്ട് അത് എല്ലാവരുടെയും ബെഡല്ലേ. അല്ല ജാസ്മിൻ്റെയാ. അത് ലാലേട്ടൻ കാണിച്ചത് കൂടിയാണ് എല്ലാവർക്കും ഇച്ചിരിയെങ്കിലും വൃത്തി വന്നത് എന്ന് പറഞ്ഞു. ജാസ്മിൻ അത് ഇഷ്ടപ്പെട്ടിട്ടില്ല. ജാസ്മിൻ അതിനൊരു മറുപടിയും കൊടുക്കാതെ മുഖത്ത് പോലും നോക്കാതെ ഇറങ്ങിപ്പോയി. അപ്പോൾ ജാസ്മിൻ്റെ അച്ഛൻ ജാസ്മിൻ എന്താണ് അങ്ങനെ പോയെന്ന് അഭിഷേകിന്റെ അച്ഛൻ ചോദിച്ചപ്പോൾ അഭിഷേക് പറഞ്ഞു എല്ലാവരും വീട്ടിൽ നിന്ന് വന്നിട്ട് അവളുടെ വീട്ടിൽ നിന്ന് റസ്മിന്റെ വീട്ടിൽ നിന്ന് വരാത്തതിന്റെ സങ്കടമായിരിക്കും എന്നാണ് പറഞ്ഞത്. പക്ഷെ ജാസ്മിൻ എന്തെങ്കിലും തിരിച്ചൊന്ന് ചിരിച്ചിട്ടെങ്കിലും പോകാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. പിന്നെയും അഭിഷേകിന്റെ അച്ഛൻ ഒരുപാട് വിറ്റുകൾ ഇറക്കിയായിരുന്നേ. ഇറങ്ങി വരുന്ന സമയത്ത് അവിടെയാണെങ്കിൽ മറ്റേ നമ്മുടെ അമൃതവേണിയുടെ ഹെർബൽ ഹെയർ കെയറിന്റെ കുറേ ഓയിലിരിക്കുവാണേ. അപ്പോൾ അഭിഷേകിന്റെ അച്ഛൻ അഭിഷേകിനോട് എടാ നീ വരുമ്പോഴേ ഇതിൻ്റെ 3-4 കുപ്പി ഓയിൽ എടുത്തുകൊണ്ട് തന്നെ ജെൻസിൻ്റെ തന്നെ നോക്കി എടുക്കണം കേട്ടോ, മറക്കല്ലേ. അമൃതവേണ്ടിയുടെ ഓയിൽ എടുത്തുകൊണ്ട് തന്നെ. പിന്നെ ഈ വാഴത്തോട്ടം കണ്ടു കഴിഞ്ഞപ്പം ഇതാണ് ഞങ്ങളുടെ വാഴത്തോട്ടം എന്ന് അഭിഷേക് കാണിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ ആണെങ്കിൽ അഭിഷേകിൻ്റെ അച്ഛൻ അതിന് അവിടെ ഇരുന്നവരെല്ലാവരും പോയില്ലേ, അതായത് ഗബ്രി പോയില്ലേ എന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ അഭിഷേകിൻ്റെ അനിയത്തി കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നേ. അപ്പോൾ തൂക്കാനൊക്കെ പഠിച്ചില്ലേ അഭിഷേക്, നീ ഇത്ര പാവമാണോ എന്ന് അനിയത്തി ചോദിച്ചപ്പോൾ അച്ഛൻ പറയുന്നുണ്ട് ഇവിടെ തൂക്കുന്നുണ്ടല്ലേ, എന്നാൽ പിന്നെ വീട്ടിൽ വരുമ്പോഴും ഇത് ചെയ്തേക്കൂ എന്നൊക്കെ പറഞ്ഞൊക്കെ കൊടുത്തു. പിന്നെ ക്ഷീണിച്ച് പോയല്ലോ, നീ ബോഡി കാണിച്ചില്ലേ, നിൻ്റെ ജിമ്മിൽ പോയിട്ടുള്ള മസിൽസൊക്കെ എന്ത് ചെയ്യും, അതൊന്നും കാണാനില്ലല്ലോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അഭിഷേക് പറഞ്ഞു മസിലൊക്കെ പോയി, ഭക്ഷണം കഴിക്കാതെ ഇരുന്നിട്ട് പോയി മസിൽ എന്നൊക്കെ പറഞ്ഞു. അല്ല നിനക്ക് വണ്ണം കുറയണം എന്നല്ലായിരുന്നു ആഗ്രഹം, എന്നിട്ട് ഇവിടെ വന്നിരുന്നിട്ട് വണ്ണം കുറഞ്ഞില്ലേ, അഭിഷേക് നീ ഇത്ര പാവായിരുന്നു എന്നൊക്കെ അനിയത്ത് ചോദിക്കുന്നുണ്ട്. അടങ്ങിയിരുന്നാൽ പോരാ, എഴുന്നേറ്റ് നിന്ന് കളിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അല്ല ഞാൻ കളിക്കാറുണ്ട്. അപ്പം അനിയത്തി പറഞ്ഞു നീ ഇപ്പം ഇത്തിരി മൂഡ് ഔട്ടായിട്ടാണല്ലോ ഇരിക്കണത്. അപ്പോൾ പറഞ്ഞു ഇവിടെയുള്ള ചുമ്മാ ചെറിയ പ്രശ്നങ്ങളല്ലേ, ഇതിലെ എല്ലാ വള്ളിയും നമ്മളെന്തിനാ പിടിക്കുന്നതെന്ന് അഭിഷേക് ചോദിച്ചപ്പോൾ എല്ലാ വള്ളിയും കയറി പിടിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ ബെഡൊക്കെ നന്നായിട്ട് മടക്കി വെക്കാൻ പഠിച്ചല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്താണെങ്കിലും നല്ലൊരു അച്ഛനും അനിയത്തിയും. അപ്പോൾ ബാക്കി വീഡിയോസ് പിന്നെ ഇടാം.